ഞാൻ നേരത്തെ പറഞ്ഞൊരു വാർത്തയുണ്ടല്ലോ, ആലപ്പുഴയിലെ കളഞ്ഞു കിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ വാർത്ത. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. കളഞ്ഞു കിട്ടിയ ATM കാർഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിലെ വലിയ സമ്പത്തുമായിട്ട് അയാൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യമൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ പിൻവലിക്കാൻ വേണ്ടിയിട്ടേക്കുന്ന പൈസ ആയിരിക്കില്ലേ. പലപ്പോഴും ആ ATM കാർഡ് ഉപയോഗിക്കാൻ പ്രായമായവർക്ക് അറിയില്ല. അവരുടെ പണമാണ് തട്ടിയത്. ആലപ്പുഴയിലാണ് സംഭവം. കളഞ്ഞു കിട്ടിയ ATM കാർഡിൽ നിന്ന് പണം തട്ടിയത് ഒരു പഞ്ചായത്ത് മെമ്പറാണ് എന്നുള്ളതാണ് കാര്യത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. BJPയുടെ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിയാണ് അറസ്റ്റിലായത്. വാടാർമംഗലം സ്വദേശി വിനോദ് എബ്രഹാമിന്റെ കാർഡാണ് നഷ്ടപ്പെട്ടത്. കാർഡിന് പിന്നിൽ എഴുതി വെച്ച പിൻ നമ്പർ ഉപയോഗിച്ചാണ് സുജന്യ പണം പിൻവലിച്ചത്. വിവിധ ATM കൗണ്ടറുകളിൽ നിന്നായി 25,000 രൂപയാണ് സുജന്യ കട്ടത്. ശരത്ത് SS നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്ത്, ഒരു പഞ്ചായത്ത് മെമ്പർ, ഒരു BJPയുടെ പഞ്ചായത്ത് അംഗമാണ് ഈ സുജന്യ ഗോപി. ATM കാർഡ് കിട്ടുന്നു, ആ പണം ആ കാർഡിൻ്റെ പിൻ നമ്പർ ഉപയോഗിച്ച് പണം തട്ടുന്നു. ഒരു മനസാക്ഷി കുത്തും തോന്നിയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ സുജന്യക്ക്? പല ATM കൗണ്ടറുകളിൽ നിന്നാണോ പണം അടിച്ചു മാറ്റിയത് ഈ സുജന്യ? അരുൺകുമാർ, അതായത് ഈ കഴിഞ്ഞ 14-ാം തീയതിയാണ് ചെങ്ങന്നൂർ വാഴാർമംഗലം സ്വദേശി വിനോദ് എബ്രഹാമിന്റെ പേഴ്സ്, അതായത് ATM കാർഡ് അടങ്ങിയ പേഴ്സ് കളഞ്ഞു പോകുന്നത്. ഈ ATM കാർഡിന് പുറകിൽ തന്നെ ഇതിന്റെ ATM കാർഡിന്റെ പിൻ നമ്പർ കൂടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മറന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു വിനോദ് കുമാർ അങ്ങനെ പിൻ നമ്പർ ഈ ATM കാർഡിന് പുറകിൽ എഴുതി വെച്ചത്. അങ്ങനെ കളഞ്ഞുപോയ പേഴ്സ് കിട്ടുന്നത് സലീഷ് മോൻ എന്ന ഓട്ടോ ഡ്രൈവർക്കാണ്. സലീഷ് മോൻ ചെങ്ങന്നൂർ സ്വദേശിയാണ്. സലീഷ് മോനാണ് വിവരം ഇത്തരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സുജന്യ ഗോപിയെ അറിയിക്കുന്നത്. അങ്ങനെ 14-ാം തീയതി ഈ ATM-ഉം പേഴ്സും ഉൾപ്പെടെ ഇവർക്ക് കിട്ടുന്നു. 15-ാം തീയതിയാണ് സുജന്യ ഗോപിയും സലീഷ് മോനും വിവിധ ATM കൗണ്ടറുകളിൽ നിന്ന് ഇത്തരത്തിൽ 25,000 രൂപയോളം പിൻവലിച്ചത്. അതായത് മാന്നാർ, ബുധനൂർ, പാണ്ടനാട് തുടങ്ങിയ ATM കൗണ്ടറുകളിൽ പോയി ഇങ്ങനെ ഇരുചക്ര വാഹനങ്ങളിൽ ഇരുവരും ഹെൽമറ്റൊക്കെ ഇട്ട് പോയ ശേഷം അവിടെ നിന്നാണ് ഇങ്ങനെ വിവിധ ATM കൗണ്ടറുകളിലായി പണം പിൻവലിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ പണം പിൻവലിച്ച ഉടൻ തന്നെ വിനോദ് എബ്രഹാമിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നു ഇത്തരത്തിൽ പണം പിൻവലിച്ചു എന്നുള്ളതിന്റെ. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇദ്ദേഹം ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിറ്റേന്ന് 16-ാം തീയതി ഈ പേഴ്സും ATM ഉൾപ്പെടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ പണം പിൻവലിച്ച ആളെ ഇത്തരത്തിൽ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പണം പിൻവലിച്ചത് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തിരുവൻവണ്ടൂർ ഡിവിഷൻ അംഗമായ ഈ സുജന്യ ഗോപിയും കൂട്ടാളിയുമാണ് പണം പിൻവലിച്ചതെന്ന് കണ്ടെത്തുന്നത്. സുജന്യ ഗോപിയും ഒപ്പം സലീഷ് മോനുമാണ് ഈ പണം പിൻവലിച്ചത്. എന്തായാലും ഇരുവരെയും ഇപ്പോൾ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പണം വീണ്ടെടുക്കാനുള്ള നടപടികളാണ് പോലീസ് ആരംഭിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പണം പിൻവലിച്ചതുൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ സുജന്യ അപ്പം എന്തായിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥ ശരത്തെ? അപ്പോൾ ഈ സുജന്യ ഇടപെട്ട സംഭവങ്ങളിലെല്ലാം ഇവർ പണം അടിച്ചു മാറ്റി എന്നുള്ളത് ഉറപ്പല്ലേ? കൈ കിട്ടി ATM ഉപയോഗിച്ചുകൊണ്ട് പണം അടിച്ചു മാറ്റുമെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എന്തായാലും ഈ വിഷയത്തിൽ പഞ്ചായത്തിൽ നിന്നൊരു നടപടി വന്നിട്ടുണ്ടോ? നിലവിൽ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇവരുടെ അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇതുവരെ നടപടിയിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ, ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് തന്നെ അവർക്ക് വേണ്ട ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല മാതൃകാപരമായി പെരുമാറേണ്ടതാണ്. ഇത്തരത്തിൽ കളഞ്ഞു കിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ ആളെ എങ്ങനെ ഇത്തരം ഒരു പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിർത്തും, അവരെ ഏതെല്ലാം തരത്തിൽ അഴിമതി കളിക്കാൻ സാധ്യതയുണ്ടെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇതിനകം ഉയരുന്നുണ്ട്. പ്രതിപക്ഷ ഇത്തരത്തിൽ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും അത്തരം ആരോപണങ്ങൾ ഗൌരവത്തിലെടുത്ത് തന്നെ ഒരുപക്ഷെ ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നടപടികൾ വൈകാതെ ഉണ്ടായേക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ATM കാർഡ് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ആ ATM കാർഡ് ഉപയോഗിച്ച് പണം അടിച്ചു മാറ്റുന്നത് ഒരു പഞ്ചായത്ത് അംഗമാണ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം. BJPയുടെ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിയാണ് ATM കാർഡിലെ പിൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ പിന്നിൽ എഴുതി വെച്ചിരുന്ന പിൻ നമ്പർ, പാവപ്പെട്ട വാടാർമംഗലം സ്വദേശി വിനോദ് എബ്രഹാം അയാൾക്കത് മറന്നു പോകുന്നുണ്ട്. അയാൾ പിൻ നമ്പറെ കുറിച്ച് വെച്ചതാണ്. ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ സുജന്യയുടെ കൈ കിട്ടുന്നു, പല സ്ഥലങ്ങളിലായിട്ട് ഹെൽമെറ്റൊക്കെ അടിച്ചിട്ട് പോയി കൂളായിട്ട് പൈസ എടുത്തുകൊണ്ട് പോകുന്നു, എന്നിട്ട് അത് ചെലവാക്കുന്നു എന്നുള്ളതാണ്. മറ്റാരുടെയോ പണം ഇങ്ങനെ ചെലവാക്കുന്നതിന്, ATM ഇതേപോലെ ഈ മോഷണം നടത്തുന്നതിന് ഇവർക്കൊന്നും ഒരു നാണവും ഇല്ലേ എന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ. ഇവരെയൊക്കെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ച ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ചെങ്ങന്നൂരാണ്, കായംകുളത്തിന് കുറച്ചടുത്താണെന്ന് തോന്നുന്നു. പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയുടെ ആരെങ്കിലും ആയിട്ട് വരുമോ എന്തോ. എന്തായാലും വിനോദ് എബ്രഹാമിന്റെ കാർഡാണ് നഷ്ടപ്പെട്ടത്. കാർഡിന് പിന്നിൽ എഴുതി വെച്ച പിൻ നമ്പർ ഉപയോഗിച്ചാണ് സുജന്യ പണം പിൻവലിച്ചത്. ആ പേരാണ് കേമം, സുജന്യ എന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതണം, നിങ്ങളുടെ ATM കാർഡിൻ്റെ പിൻവശത്ത് ഒരു കാരണവശാലും അതിൻ്റെ പിൻ നമ്പരോ രേഖപ്പെടുത്തി നിങ്ങൾ വെക്കരുത്. ഇതേപോലെ സുജന്യമാരുടെ കൈകളിലേക്ക് ഈ ATM കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിയാൽ മതി കേട്ടോ. ഇവർ കൊണ്ടുവന്ന പദ്ധതികളിലപ്പോൾ എത്രമാത്രം പണം ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. കറക്റ്റല്ലേ? അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം